ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ നീക്കം. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഇങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയല്ലേ? സ്മൃതി, നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് നാഗരാജു ആണ് ഇത്തരത്തിൽ ഈ MR അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. തുടർന്ന് ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, സർക്കാർ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചു. പക്ഷേ അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ നൽകണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ 3 തവണ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യായവാദം കഴിഞ്ഞ തവണ കോടതി അറിയിക്കുകയും ചെയ്തു. ഇതിൽ കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ഇന്ന് അടിയന്തരമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വിജിലൻസ് ഇന്നിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ അന്വേഷണ റിപ്പോർട്ട് നാഗരാജുവിന്, അതായത് ഈ സ്വകാര്യ ഹർജി നൽകിയ വ്യക്തിക്ക് നൽകരുത് എന്നുള്ളതാണ്. അതേസമയം നൽകിയാൽ എന്ത് എന്നുള്ളത് കോടതി ചോദിച്ചു. 27-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. സ്മൃതി. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.